കൊല്ലം പരവൂർ പൊഴിക്കര ബീച്ച് റോഡിൻ്റെ അവസ്ഥയായിട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഒരുപാട് നാളായി. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റാണ്. പിന്നെ പേഴ്സണലി എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നു. അതല്ലാതെ എനിക്കൊരു ഫോൺ കോൾ വന്നു. ദുബായിൽ നിന്നാണ് പറഞ്ഞത്. എന്നിട്ട് നല്ല ചീത്തയാണ് വിളിച്ചു തന്നത്. അത് MLA ഞാൻ എന്തോ വഴക്ക് പറയുന്ന രീതിയിലായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ, അവരുടെ ദുബായിലും അവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണോ? ഏറ്റവും നല്ല റോഡ്, ഏറ്റവും നല്ല ഫെസിലിറ്റി കൊടുക്കുന്ന രാജ്യമാണ്. അപ്പോൾ അതും ഇതുമായിട്ടൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. എനിക്കിവിടെ വേണ്ടതെന്ന് വെച്ചാൽ നല്ല റോഡാണ്, ഫെസിലിറ്റിയാണ്. ഇവിടുത്തെ പിള്ളേർക്ക് ഇവിടെ പഠിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ നല്ല വരുമാനം ഉണ്ടാവണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ പരവൂർ പൊഴിക്കര ഭാഗത്തുള്ള ആൾക്കാർക്ക് ഇവിടെ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങി ഡെയിലി ഒരു 10,000 രൂപയുടെ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? അതേ കണക്കുള്ള സാഹചര്യം ഉണ്ട് ഇവിടെ. ടൂറിസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോർത്തിലുള്ള ആൾക്കാർ, ഇപ്പോൾ രാജസ്ഥാൻ ആവട്ടെ, മധ്യപ്രദേശ് ആവട്ടെ, അല്ലെങ്കിൽ ഛത്തീസ്ഗഡ്, ആ ഭാഗത്തുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലോട്ട് വരാൻ നല്ല താല്പര്യമുള്ള ആൾക്കാരാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥയെക്കാളും ഏറ്റവും ഇഷ്ടം കേരളത്തിൻ്റെ കാലാവസ്ഥ, കേരളത്തിൻ്റെ ഫുഡ്, നമ്മുടെ കൾച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഈ ടൂറിസം എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ മാത്രമല്ല, നാഷണൽ നമുക്ക് ഇതിനെയൊക്കെ വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം അതിന് വേണ്ട ഇവിടെ ഫെസിലിറ്റീസാണ്. ഇപ്പം വർക്കല പറയുന്നത് മിനി ഗോവ എന്നാണ്. അപ്പോൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കാപ്പിൽ ഇതായി പൊഴിക്കര, കൊല്ലം ബീച്ച് വരെ നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനുള്ള വിഷണറി ആയിട്ടുള്ള ഒരാൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നല്ല വിഷനുള്ള ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്നേയും നമുക്കിവിടെ ഇതിനേക്കാളും നല്ല റോഡ്, 2 സൈഡിലും ടൂറിസം വകുപ്പ് വക കടകൾ, പിന്നെ റെസ്റ്റോറൻറ്റുകൾ, പിന്നെ ഇതായി തൊട്ടപ്പുറത്തുള്ള കായലാണ്. നമുക്ക് അവിടെയൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാം. ഒരു ചെറിയ ഒരു 10-20 ബോട്ട് വെച്ചാൽ തന്നെ ഡെയിലി നല്ല വരുമാനം കിട്ടും ടൂറിസം വകുപ്പിന്. അതുപോലും ചെയ്യാൻ ഇവിടെ ഒരു വിഷനുള്ള ആൾക്കാരില്ല എന്നാണ് അവസ്ഥ. അപ്പോൾ അടുത്ത തവണ എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. അടുത്ത തവണ വോട്ടിടുമ്പം വിഷണറി ആയിട്ടുള്ള ഒരാൾക്ക് വോട്ട് കൊടുക്കുക. അടുത്ത 5 വർഷം നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, എത്ര പേർക്ക് ജോലി കൊടുക്കും, എന്ത് വലിയ ഫാക്ടറി കൊണ്ടുവരാം, എന്ത് ചെയ്യും എന്നുള്ള ചോദിക്കുക. അല്ലാതെ വെറുതെ പാർട്ടിക്ക് വോട്ട് കൊടുത്താനുള്ള അവസ്ഥയാണ് നമ്മുടെ കേരളത്തിന് ഇന്ന് അനുഭവിക്കുന്നത്. ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. കേരളത്തിന് സത്യം പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാവാത്ത നല്ല അടിപൊളി ഒരു സംസ്ഥാനമാണ്. ഞാൻ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ ജീവിച്ചുകൊണ്ട് പറയുകയാണ്, നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമുക്ക് ഇല്ലാത്തതെന്ന് വെച്ചാൽ നല്ല വിഷണറി ആയിട്ടൊരു ലീഡേഴ്സാണ് നമുക്കില്ലാത്തത്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ കേരളം രക്ഷപ്പെടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ്